കണ്ണൂരിൽ 1.5 വയസ്സുകാരനെ കൊന്ന കേസിൽ അമ്മ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. രണ്ടാം പ്രതി നിധിനെ വെറുതെ വിടുകയും ചെയ്തു. ഇപ്പോൾ അഭിഭാഷകർ സംസാരിക്കുന്നുണ്ട് കോടതിക്ക് പുറത്തു നിന്ന് അവിടേക്ക്. അതായത് ഇത് പൂർണ്ണമായിട്ടും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉള്ള കേസാണ്. സാഹചര്യ തെളിവ് മാത്രമേ, ഒരു ഐ വിറ്റ്നസ് ഇല്ലാത്ത കേസാണ്. അപ്പോൾ ഇത്തരം കേസുകൾ പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രോസിക്യൂഷൻ സംബന്ധിച്ചും വളരെ ദുർഘടമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ദിലീപിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് നമ്മൾ അന്വേഷണ സംഘത്തിന് വിജയതരത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. അത് പൂർണ്ണമായിട്ടും ഏത് കേസ് എടുത്തു കഴിഞ്ഞാലും അതിൽ ചെറിയ ലൂപ്പ് ഹോൾസ് എല്ലാ കേസിനകത്തും ഉണ്ടാവും. അത് മാത്രമേ ഈ കേസിനകത്ത് സംഭവിച്ചു. അതെ, ഇവർ തമ്മിൽ ലവ് അഫയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കും കോടതി അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറഞ്ഞിരുന്നത്. അതെ, അതിപ്പം നമുക്കിപ്പം അതെ ബഹുമാനപ്പെട്ട കോടതിയുടെ ജഡ്ജ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത് ഏതൊക്കെ രീതിയിലാണ് പരാമർശം നടത്തിയിട്ടില്ലെന്ന് പറയാൻ പറ്റും. പ്രോസിക്യൂഷൻ നിയമനത്തിന്റെ അകത്തും കോടതി രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുണ്ട്. ഇനി രാഷ്ട്രീയ നിയമനത്തിലേക്ക് പ്രോസിക്യൂട്ടർമാരുടെ നിയമനം പോകാൻ പാടില്ല. അതിപ്പം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ റൂളിംഗ് ഉണ്ട്. അതാണ് സാർ പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ സാർ ഏത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് പറയാൻ പറ്റും. അതിപ്പം ജഡ്ജ്മെന്റ് കിട്ടി പരിശോധിച്ചതിന് ശേഷം അത് പ്രോസിക്യൂഷൻ അതിനോട് നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. പരമാവധി ശിക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെടും. 23 ഓർഡർ എന്ത് തന്നെ പറയും, ജഡ്ജ്മെന്റ് പറയും. രമേശൻ 23 പറയും. രമേശൻ 2020 ഫെബ്രുവരിയിലാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. 1.5 വയസ്സുള്ള മകനെ ശരണ്യ കടലിൽ എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. രണ്ടാമത്തെ ദൗത്യത്തിലാണ് ആ പിഞ്ചു കുഞ്ഞിനെ ആ സ്ത്രീക്ക് കൊലപ്പെടുത്താൻ സാധിച്ചത്. ആദ്യം കടലിലെറിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചില്ല, പിന്നീട് വീണ്ടും കടലിലേക്ക് എടുത്തെറിയുകയായിരുന്നു. അകന്നു കഴിയുന്ന ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അന്ന് രാത്രിയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത്. ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിന് 3 മണിക്കൂർ മുൻപ് മാത്രം കുഞ്ഞിന് മുലപ്പാൽ നൽകുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന് കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമായ കാര്യവുമാണ്.